ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സ് ക്ലബ് ബ്രൂഗെ മത്സരം 3-1 എന്ന ഗോൾ സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. സിറ്റിക്ക് വേണ്ടി കോവാക്കിച്ച്, ന്യൂനസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിലെ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്ത് അത്ര മികച്ചൊരു പ്രകടനമായിരുന്നില്ല സിറ്റിയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ആദ്യ ഹാഫിൽ ഫസ്റ്റ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലബ് ബ്രൂഗെ ആയിരുന്നു. ഇനി ആ സമയത്ത് തന്നെ സിറ്റി ഫാൻസ് ഓൾമോസ്റ്റ് എല്ലാവരും മെൻ്റലി ഡൗൺ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അഗെയിൻ ഒരു കംബാക്ക് വരുമുള്ള യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നില്ല സിറ്റിയുടെ ആദ്യ ഹാഫിൽ കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വേറെ മാതിരി പെർഫോമൻസ് ആണ് ഗൈസ്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു കംബാക്ക് വരും എന്ന്. ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഹാലൻഡ് വളരെ ഫോം ഔട്ടായിരുന്നു. റീസെൻ്റ്ലി കണ്ട ഒരു ഹാലൻഡിൻ്റെ ഒരു പ്രകടനം ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചില്ല. അത് തന്നെ ആയിരിക്കാം ആദ്യ ഹാഫിൽ അത്രയും ഒരു സ്ട്രഗിൾ ചെയ്തത്. ഡുക്കോനെ എന്തുകൊണ്ടാണ് ഇറക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നത്. ഇറങ്ങിയ എല്ലാ കളിയിലും ഡുക്കുവിൻ്റെതായ ഒരു പെർഫോമൻസ് മാക്സിമം പൊട്ടൻഷ്യലോട് കൂടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഗാർഡിയോളൻ്റെ ചില സമയത്തുള്ള ടാക്ടിക്സ് കാണുമ്പോഴാണ് ഒരു എന്താ പറയുക, നമുക്ക് തന്നെ എന്ത് മണ്ടത്തിലാണ് കാണിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. ഇത്രയും നല്ലൊരു ഫോമിലുള്ള ഒരു പ്ലെയർ എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഡൗൺ ആയിട്ടാണ് ഓക്കെ, റിമൂവ് ചെയ്താൽ നോ പ്രോബ്ലം. പക്ഷേ ഇതുവരെ കളിച്ച അധികം മാച്ചിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ വന്ന എല്ലാ മാച്ചിലും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു താരം തന്നെയാണ് ഡുക്കു. അതാണ് ഈ ഒരു മത്സരത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് മാച്ചായി ഡിബ്രോയിന ഒരു പ്രൈം ഫോമിലേക്ക് വന്നിട്ടില്ല. ഒരുപാട് ഇഞ്ചുറീസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് 100% പൊട്ടൻഷ്യലോട് കൂടിയാണ് ഡിബ്രോയിനായാലും അതുപോലെ ഫോഡനായാലും. വേറെ എടുത്തു പറയേണ്ട കോവാക്കിച്ചിൻ്റെ പെർഫോമൻസാണ്. കോവാക്കിച്ച് എനിക്കൊന്ന് ഈ സീസണിലെ കാണാത്ത ഒരു പെർഫോമൻസാണ്. ഈ ഒരു മാച്ച് ഫെയിൽ ആവുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളൊരു സ്വപ്നം അവസാനിക്കുമായിരുന്നു. ആ ഒരു മെൻ്റൽ പ്രഷർ ആയിരിക്കാം. പക്ഷെ ഡിഫെൻസീവ്ലി അത്ര വലിയ സ്ട്രോങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലെഫ്റ്റ് ബാക്കിൽ കളിച്ചിട്ടുണ്ടായ ഗ്രാഡിയോളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മാക്സിമം ആ ഒരു ഏരിയ മാത്രമാണ് എനിക്കൊരു കോൺഫിഡൻസോടുകൂടി പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും ഫൈനലി സിറ്റി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി പ്ലേ ഓഫ് കളിക്കണം. നെക്സ്റ്റ് മത്സരം ഇതുവരെ ലിസ്റ്റ് വന്നിട്ടില്ല. അത്യാവശ്യം എന്തായാലും നല്ലൊരു ടീമിൻ്റെ കൂടെ തന്നെയാവും. സിറ്റി പഴയ പ്രൈം ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.